1945 ഉണ്ടായ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈയിടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു എന്നാണ്. സ്വാഭാവികമായിട്ടും വായിച്ചിട്ടുണ്ടാവുക, അതെൻ്റെ ഊഹാണ് കേട്ടോ. അത് ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് ജയിലിൽ കിടന്ന സന്ദർഭത്തിലായിരിക്കാനാണ് സാധ്യത. വായിച്ചു. അപ്പോഴാണ് ഗാന്ധിജി പറയുന്നത്, മാർക്സിൻ്റെ അത്ര അക്കാദമിക് ജ്ഞാനം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതേക്കാൾ മനോഹരവും ലളിതവുമായി ഞാനിത് എഴുതുമായിരുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കുറിച്ച് ഗാന്ധിജി പറയുന്നത്. ശരിക്ക് നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ രണ്ടുപേരുടെയും ധാരകൾ തമ്മിൽ എവിടെയാണ് സംഗമിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഇന്നത്തെ ഇന്ത്യക്ക്, ഇന്നത്തെ ലോകത്തിന്, ഇന്നത്തെ നമ്മുടെ നാടിന് അത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്. ഒരു ലംബ രേഖയും ഒരു തിരശ്ചീന രേഖയും സന്ധിക്കുന്നത് പോലെ ഇത് രണ്ടും സന്ധിച്ച് തീരേണ്ടതുണ്ട്. ആ അന്വേഷണമാണ് നമ്മൾ നടത്തേണ്ടത് എന്നെനിക്ക് തോന്നുകയാണ്. ഗാന്ധിജിനെക്കുറിച്ചും മാർക്സിനെക്കുറിച്ചും ദാമോദർ സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. രണ്ട് കാലഘട്ടത്തിൽ പരസ്പരം ബന്ധപ്പെടാൻ അവസരമില്ലാതിരുന്ന രണ്ട് വ്യക്തികളാണ്. പക്ഷേ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകമാകുമ്പോഴേക്ക് അതുവരെയുള്ള ജ്ഞാന സിദ്ധാന്തങ്ങൾ മുഴുവൻ നമ്മളെ വിരൽത്തുമ്പിലെത്തുന്ന ഒരു മാറ്റം സംഭവിക്കും. അതുവരെയുള്ള എല്ലാ ചിന്താധാരകളും ജ്ഞാന സിദ്ധാന്തങ്ങളുമെല്ലാം നമുക്ക് വളരെ പരിചിതമായിട്ട് വരികയാണ്. ഇത് രാജ്യങ്ങളെ അതിർത്തികൾ കടന്നിട്ടുള്ള ഒരു ബന്ധം പല ഇതിനെക്കുറിച്ചും വരുന്നുണ്ട്. ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ നമ്മളുടെ പ്രസക്തി ഇന്ന് ലോകത്തിൻ്റെ ഒരു കണ്ടീഷനിൽ രണ്ട് കാലത്ത് ജീവിച്ചിരുന്നെങ്കിലും മനുഷ്യനെക്കുറിച്ച് വേവലാതിപ്പെട്ട രണ്ട് പേർക്ക് എവിടെ യോജിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നു അതിൽ ഗാന്ധിജി പറയുന്നൊരു വാക്കുണ്ട്. ഈ ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, നമ്മൾക്ക് വി ഡോണ്ട് വാണ്ട് മാസ് പ്രൊഡക്ഷൻ ബട്ട് വി വാണ്ട് പ്രൊഡക്ഷൻ ബൈ മാസസ്. അതുതന്നെയാണ് മാർക്സ് പറയുന്ന ഈ നമ്മുടെ ഉൽപ്പാദന ബന്ധങ്ങളിലുണ്ടാകുന്ന അലീനേഷൻ ഒഴിവാക്കാൻ. നമ്മൾ അലീനേറ്റ് ചെയ്യപ്പെടുന്നു, തൊഴിലാളികൾ അലീനേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ആ ഉൽപ്പാദന പ്രക്രിയയിൽ ഇവർ രണ്ടുപേരും ഒരു ഭാഗത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ മാസ് പ്രൊഡക്ഷൻ എന്നുള്ളത് ഈ എന്താ പറയുക ക്യാപിറ്റലിസത്തിൻ്റെ ഒരു രീതിയാണ്. ആ രീതിയെ രണ്ടുപേരും രണ്ട് ആശയങ്ങളിലൂടെയാണെങ്കിലും എതിർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാർക്സ് ചെയ്ത ഒരു കാര്യം 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലും അതുപോലെ ഫ്രാൻസിലും ബെൽജിയത്തിലും ജർമ്മനിയിലൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആധുനിക തൊഴിലാളി വർഗത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തൻ്റെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഹെൻറി രാജാക്കന്മാർ, പ്രത്യേകിച്ച് ഹെൻറി 4-ൻ്റെയും 6-ൻ്റെയും ഒക്കെ കാലത്ത് ഉണ്ടായ ഒരു നിയമനിർമ്മാണം തന്നെ 10.5 മണിക്കൂർ നിയമം എന്നാണ്. 10.5 മണിക്കൂർ നിയമം എന്നത് ബ്രിട്ടനിൽ ഉണ്ടായി വരുന്നത് 12 മണിക്കൂറിലേറെ ജോലി സമയം ഉണ്ടായിരുന്നതാണ്. ഒരു തൊഴിലാളി പണിയെടുക്കേണ്ടത് 12 മണിക്കൂറിലേറെയാണ്. അപ്പോഴാണ് 10.5 മണിക്കൂർ. ഈ 10.5 മണിക്കൂർ എന്ന് പറയുന്നത് തന്നെ ഒരു വ്യവസ്ഥയുണ്ട്. സ്ത്രീകൾ, അതേപോലെ തന്നെ 13 വയസ്സിനും 18 വയസ്സിനിടയിലുള്ള കുട്ടികൾ, അവരുടെ ജോലി സമയമാണ് ഈ പറഞ്ഞത്. പുരുഷന്മാരുടേത് അപ്പോഴും പറഞ്ഞിട്ടില്ല. അതാണ് 10.5 മണിക്കൂറായി ചുരുക്കിയത്. അങ്ങനെയാണ് നിയമനിർമ്മാണം വന്നത്. അപ്പോഴും അവരുടെ ജീവിത ആവശ്യങ്ങളെന്ന് പറയുന്നത് മൗലിക അവകാശമായിട്ട് വന്നിട്ടില്ല. അപ്പോഴാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം, അന്നത്തെ ബ്രിട്ടനിലെ തൊഴിലാളി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, വിനോദ വിശ്രമ സൗകര്യങ്ങൾ ഇവയെല്ലാം കൊടുക്കാനുള്ള ബാധ്യത, ചുമതല ഭരണകൂടം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അതിനെ പിന്തുണയ്ക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴാണ്
മാർക്സിൻ്റെ എംഗൽസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ബെൽജിയത്തിൽ രൂപപ്പെട്ടു വന്ന, ബ്രസൽസിൽ വെച്ചിട്ടാണ് അത് രൂപീകരിക്കപ്പെടുന്നത്, രൂപപ്പെട്ടു പ്രസ്ഥാനം. അത് രാജ്യഭ്രഷ്ടരുടെ ലീഗ് എന്നാണ് ആദ്യം അതിൻ്റെ പേര്. രാജ്യഭ്രഷ്ടരുടെ ലീഗ് എന്ന്, അത് ജർമ്മനിയിൽ നിന്ന് തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ ശബ്ദിച്ച മുഴുവൻ ആൾക്കാരെയും പിടിച്ച് പുറത്താക്കിയപ്പോൾ അവർ ഒരിടത്ത് സംഗമിച്ചിട്ടുണ്ടാക്കിയ സംഘടനയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരത് ലീഗ് ഓഫ് ജസ്റ്റിസ്, നീതിമാന്മാരുടെ ലീഗ് എന്നാക്കി മാറ്റി. കാരണം നീതിയുടെ നിഷേധമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നീതിക്കായിട്ടുള്ള പോരാട്ടമാണ് ആവശ്യം എന്ന് കണ്ടെത്തുകയും അവർ ആ മുദ്രാവാക്യം ഏറ്റെടുത്തു. ഈ ചാർട്ടിസ്റ്റ് പ്രസ്ഥാനക്കാരുടെ മുദ്രാവാക്യം ഏറ്റെടുത്തു. അതിനെ തുടർന്നാണ് പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് ലീഗായിട്ട് മാറുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്തൊട്ടാകെ എല്ലാ രാജ്യങ്ങളിലും പൗരന്മാരുടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ചുമതല അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകത്ത് ആദ്യമായിട്ടാണ്. പക്ഷേ അന്ന് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ ഒഴികെയുള്ള ലോകത്തെ എല്ലാ മാധ്യമങ്ങളും മാർക്സിനെയും എംഗൽസിനെയും വിളിച്ച് കിറുക്കന്മാരെന്നാണ് എല്ലാവരും വിളിച്ചു. ന്യൂയോർക്ക് ട്രൈബ്യൂണൽ മാത്രമാണ്. കാരണം അതുകൊണ്ട് അത് മാർക്സിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രസിദ്ധീകരണമായതുകൊണ്ടായിരിക്കാം അത് പറയാതിരുന്നത്. എന്നാൽ മറ്റെല്ലാം പറഞ്ഞത് കിറുക്കന്മാരാണ് എന്നാണ്, ഭ്രാന്തന്മാരാണ് എന്നാണ് ഇവരെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഇന്ന് അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് തൻ്റെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നത്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ ഏതൊക്കെ നിലയ്ക്കാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കാൻ തീർച്ചയായിട്ടും ഒരു ചിന്താ പദ്ധതി വേണം. ആ ചിന്താ പദ്ധതി എന്ന നിലയ്ക്കാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പിന്നെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികവാദ നിലപാട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഫയർബാഗാണ്. ഫയർബാഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ശ്രീമാൻ രവീന്ദ്രനേക്കാളും വളരെ മെച്ചപ്പെട്ട ഭൗതികവാദമാണ് ആര് വെച്ചത്? ഫയർബാഗ് വെച്ചത്. കാരണം അത്രയ്ക്ക് യാന്ത്രികമല്ല, അത്രയ്ക്ക് അസംബന്ധപരമല്ല ഫയർബാഗിൻ്റെ ഭൗതികവാദ നിലപാട്. പലതും പോസിറ്റീവായിട്ടുണ്ട്. എന്നാൽ പോലും ആ ഫയർബാഗിൻ്റെ ഭൗതികവാദ നിലപാട് പോലും എന്തുകൊണ്ട് തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്ന 10 തിസിസുകളാണ് ഫയർബാഗിനെ കുറിച്ചുള്ള 10 തിസിസുകൾ എന്ന് പറയുന്നത് എൻ്റെ രചനയിൽ മാർക്സ് ഉൾപ്പെടുത്തുന്നത്. 11ാമത്തേലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഉണ്ടായിരുന്ന രണ്ട് ചിന്താ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെഗലിൻ്റേതാണ്. ഹെഗലാണ് അതിന് കാൻറ്റും ഒക്കെ പഴയ പൗരാണിക ഗ്രീക്ക് നാഗരികതയിലുണ്ടായിരുന്ന സെനോറുട്ട് ഈ ഹെഗൽ വരെയുള്ള ആളുകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ദാർശനികന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ചിന്താ പദ്ധതിയാണ് വൈരുദ്ധ്യാത്മകത. ആ വൈരുദ്ധ്യാത്മകതയിൽ അംശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അതിന് ദൗർബല്യമുണ്ട്. അതേപോലെ തന്നെ ഭൗതികവാദപരമായ നിലപാട് ഫയർബാഗ് വരെയുള്ള ഭൗതികവാദികൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തും ധാരാളം ദൗർബല്യങ്ങളുണ്ട്. ഈ ദൗർബല്യങ്ങൾ പരിഹരിച്ച് രണ്ടിനെയും സംഗമിപ്പിക്കുന്ന ഒന്നായിട്ടാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം വിഭാവനം ചെയ്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ സ്വീകരിക്കുന്ന മാതിരി കുറച്ച് രണ്ടും കൂടി യാന്ത്രികമായിട്ട് അങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയല്ല ചെയ്തത്. രണ്ടും കൂടി കൂട്ടിച്ചേർക്കുകയല്ല. തിസിസിൽ രണ്ടാമത്തേൽ കൃത്യമായിട്ട് പറയുന്ന കാര്യം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം വസ്തുത, ഒരു സംഭവം അത് സത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഉരകല്ല് എന്ന് പറയുന്നത് ഒരു സൈദ്ധാന്തിക പ്രശ്നമല്ല, ഒരു പ്രായോഗിക പ്രശ്നമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. പ്രയോഗത്വം കൊള്ളണം, ഇതാണ് മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? അന്നേ വരെയുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വികാസങ്ങളെയും കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ഇന്ദ്രിയാനുഭവങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇന്ദ്രിയാനുഭവങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അതിനോട് മനുഷ്യൻ പ്രതിപ്രവർത്തിക്കണം. ഫയർബാഗ് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു പ്രതിപ്രവർത്തനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ലോകത്ത് മാറ്റം ഉണ്ടാകുന്നു, ആ മാറ്റം ബോധത്തിലേക്ക് പ്രതിഫലിക്കുന്നു. എന്നാൽ നേരെ തിരിച്ച് അപ്പുറത്ത് ഹെഗൽ പറഞ്ഞ അങ്ങനെയല്ല, ചിന്തയിൽ മാറ്റം ഉണ്ടാകുന്നു എന്നല്ലാതെ ഭൗതിക ലോകത്തുള്ള മാറ്റമില്ല. രണ്ടും പ്രവർത്തിക്കുള്ളില്ല എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ച് തർക്കിക്കാൻ പറ്റും, മറ്റൊന്ന് എന്താണ് സർവ്വനിഷേധം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ട് പ്രവൃത്തിയും ചിന്തയും തമ്മിലുള്ള ഒരു പാരസ്പര്യം, ആ പാരസ്പര്യത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് മാർക്സ് യഥാർത്ഥത്തിൽ ചെയ്തത്. അങ്ങനെയാണ് മാർക്സ്
തൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ദർശനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമാണ്. യഥാർത്ഥത്തിൽ അതിനകത്തുള്ളത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, മാറ്റത്തിന് വിധേയമാണ് എന്നുള്ളതും എല്ലാം പരസ്പര ബന്ധിതമാണ്, പരസ്പര ആശ്രിതമാണ്, പരസ്പര ആപേക്ഷികമാണ് എന്നുള്ള കാര്യമാണ്. ഈ ആപേക്ഷിക സത്യത്തെ, വസ്തുതയാണ് വൈരുദ്ധ്യാത്മകത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, എന്താണ് ഈ പരസ്പര ബന്ധം എന്ന് പറയുന്നത്? ബന്ധത്തിന് കുറേ കാര്യങ്ങൾ മാർക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മാർക്സ് മുന്നോട്ട് വെക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മാർക്സ് എന്നല്ല, വൈരുദ്ധ്യാത്മക ചിന്താഗതിക്കാരും മൊത്തത്തിൽ മുന്നോട്ട് വെക്കുന്നതാണ്. മാർക്സിസം പ്രത്യേകിച്ച് മുന്നോട്ട് വെക്കുന്നു. എന്താണ്? ഏത് കാര്യത്തിനകത്ത് ഒരു ഉള്ളടക്കം, അതുപോലെ ഒരു രൂപം, ഈ രൂപവിധാനവും ഉള്ളടക്കവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യാത്മക ബന്ധമുണ്ട്. സത്തയും പ്രതിഭാസവും തമ്മിലുണ്ട്, കാര്യകാരണങ്ങൾ തമ്മിലുണ്ട്, അതുപോലെ യാദൃച്ഛികത, അനിവാര്യത തുടങ്ങിയിട്ടുള്ള കാറ്റഗറീസ് തമ്മിൽ ഉണ്ട്. ഇങ്ങനെയുള്ള നിരവധി കാറ്റഗറികൾ തമ്മിലുള്ള പാരസ്പര്യമാണ് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യാത്മകതയിൽ പരിശോധിക്കേണ്ടത്. അത്തരം പരിശോധന നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നിലവിലുള്ള സാമൂഹിക വികാസത്തിൽ നമ്മുടെ സമൂഹം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, ഇനി എങ്ങോട്ട് എങ്ങനെയാണ്, അങ്ങനെയാണ് മുതലാളിത്തത്തെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മവും വിശദവുമായ വിശകലനത്തിലേക്ക് മാർക്സ് എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് മാർക്സ് തൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയായിട്ടുള്ള ക്യാപിറ്റൽ ഉൾപ്പെടെ, ക്യാപിറ്റൽ ഒരു പൂർണ്ണരചനയല്ല, ഇപ്പോഴും മാർക്സ് പറയുന്ന കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 6-7 ഖണ്ഡങ്ങളായി നടത്താൻ വിഭാവനം ചെയ്ത ഒരു വലിയ പഠന പദ്ധതിയുടെ ഒരു ഘടകം മാത്രമാണ് ക്യാപിറ്റൽ എന്നുള്ളതാണ് കാര്യം. മാർക്സിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാർക്സ് അത് ചിലയിടത്തൊക്കെ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും വികസിക്കേണ്ടുന്ന, ഇനിയും ആളുകൾക്ക് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മേഖലയാണ് മാർക്സിസത്തിൻ്റെ മേഖല. മറുഭാഗത്ത് ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ, ഗാന്ധിജിയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഗാന്ധിജി തൻ്റെ ലോക വിശകലനത്തിന് എടുത്തിരിക്കുന്ന ഉപാധികൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തികച്ചും ആത്മീയമാണ്. അത് പുറം ലോകത്തെയല്ല നോക്കിയത്, അകംലോകത്തെയാണ്. അത് കണ്ടെത്തിയത് ക്രൈസ്റ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്രിസ്തു, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കാര്യം ക്രിസ്തു ദർശനമാണ്, ജൈന ദർശനമാണ്, ബൗദ്ധ ദർശനമാണ്, നമ്മുടെ ഉപനിഷത്ത് പാരമ്പര്യമാണ്. ഇവയെല്ലാം, അതുപോലെ നബിയുടെ ദർശനമാണ്. നബിയുടെ ദർശനം അല്ലെങ്കിൽ ക്രൈസ്തവ ദർശനം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട്, ഇന്നത്തെ ഇസ്ലാം മതവുമായിട്ട്, ഇന്നത്തെ ഹിന്ദു മതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഹിന്ദു മതത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആര് വരുന്നത്? ഗോഡ്സെ വരുന്നത്. ഗോഡ്സെയും ഗാന്ധിയും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്, ഈ നിലയിലുണ്ട്. എന്നാൽ ഇങ്ങനെ അകം നോക്കി, അകം ശുദ്ധമാക്കി, ശുദ്ധമായ ഈ അകത്തിലൂടെ തൻ്റെ കണ്ണുകളെ ശുദ്ധമാക്കുകയും തൻ്റെ കണ്ണുകളെ ശുദ്ധമാക്കിയതിന് ശേഷം ആ കണ്ണിലൂടെ ലോകത്തെ നോക്കി കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഗാന്ധിജി സ്വീകരിച്ചത്. അങ്ങനെ ഗാന്ധിജി അകത്ത് നിന്ന് പുറത്തേക്ക് സാമൂഹികതയെ കൊണ്ടുവന്നു. മാർക്സ് ആവട്ടെ പൊതു സാമൂഹികതയിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ തൻ്റെ ഉള്ളിൽ വരുത്തേണ്ടതുണ്ടെന്ന് നോക്കി പുറത്തു നിന്ന് അകത്തേക്ക് സഞ്ചരിച്ചു എന്നുള്ളതാണ് കാര്യം. ഇങ്ങനെ പുറത്തു നിന്ന് അകത്തേക്കും അകത്ത് നിന്ന് പുറത്തേക്കുമുള്ള 2 സഞ്ചാരങ്ങളാണ് ഗാന്ധിജിയുടെയും മാർക്സിൻ്റെയും സഞ്ചാരങ്ങൾ എന്ന് വേണമെങ്കിൽ, ദാർശനിക സഞ്ചാരങ്ങൾ, അന്വേഷണ സഞ്ചാരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ മാർക്സിൻ്റെ കാലം മുതലാണ് സാധാരണ ഗ്രീക്ക് മുതൽക്കുള്ള ഒരുപാട് ചിന്തകന്മാർ അവരുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലായിരുന്നില്ല, ഇന്നലകളെക്കുറിച്ചുള്ള, ഇന്നലെ ഇങ്ങനെയായിപ്പോൾ ഇപ്പം പ്ലാറ്റോ തന്നെ തുടങ്ങുന്നത് എന്തുകൊണ്ട് ഇന്ന് കാണുന്നില്ല, ഇന്നലത്തെ നന്മ എന്തുകൊണ്ട് ഇന്നില്ല എന്നുള്ള അന്വേഷണത്തിലാണ് അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും മാർക്സ് എനിക്ക് തോന്നുന്നത് ചെയ്തത് ഇന്നലകളേക്കാൾ പ്രാധാന്യം ഇന്നിന് നൽകുകയും ഇന്നെന്ത് എന്നുള്ളതിലേക്ക് ഈ ചിന്താപദ്ധതിയെ കൊണ്ടുവരികയും അതാണ് ഭൗതികതയായിട്ട് മാറുകയും ചെയ്തതെന്നാണ്. ഇന്നലകൾ എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മകളിൽ, നമ്മുടെ സംസ്കാരങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ധാരണകളിലൊക്കെ ഇന്നലകളാണുള്ളത്. അതിന് നേരെ തിരിച്ചിട്ട് ആ ഇന്നലകൾക്ക് പകരം ഇന്നിലേക്ക്, ഭൗതികതയിലേക്ക് ആ ചിന്താപദ്ധതിനെ കൊണ്ടുവരികയല്ലേ ശരിക്ക് മാർക്സ് ചെയ്തത്.
അത് ശരിയാണ്. മാർക്സിൻ്റെ 11ാമത്തെ തിസിസിൽ പറയുന്നത് ദാർശനികന്മാർ ഇന്നേ വരെ ലോകത്തെ വ്യാഖ്യാനിക്കുകയുള്ളൂ, നമുക്ക് ഇതിനെ മാറ്റി തീർക്കണം എന്നുള്ളതാണ്. അപ്പം മാറ്റി തീർക്കേണ്ടത് ഇന്നലത്തെ അല്ല, ഇന്നത്തെ ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലേക്ക്, പക്ഷേ ഇന്ന് രൂപപ്പെട്ടു വന്നത് പൊടുന്നനെ ഉണ്ടായതല്ല, നട്ടപ്രാണനായിട്ട് ഉണ്ടാകുന്നതല്ല, എന്താണ് ഇന്നലകളുടെ സൃഷ്ടിയാണ്. ആ നിലയ്ക്ക് ഇന്നലകളിലുള്ള സഞ്ചാരത്തെ, കാരണം ചരിത്രപരമായ ഒരു നിർമ്മിതിയാണ്, ചരിത്രത്തിൻ്റെ ഒരു നിർമ്മിതിയാണ്, ചരിത്രത്തിലൂടെ ഉണ്ടായതാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആധുനിക മനുഷ്യൻ രൂപപ്പെടുന്നത് മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 2 തരത്തിലുണ്ട്. ഒന്ന് ചരിത്രം നിർമ്മിച്ച ഒരു മനുഷ്യനുണ്ട്, മറ്റൊന്ന് നിലവിലുള്ള സമുദായം സമൂഹം സൃഷ്ടിക്കുന്ന മനുഷ്യനുണ്ട്. അതായത് ഈ 2 തരത്തിലും, തിരശ്ചീന തലത്തിലും ലംബ തലത്തിലും മനുഷ്യൻ്റെ രൂപീകരണമുണ്ട്. അതുകൊണ്ട് 2 രീതി എന്തുകൊണ്ട് പരിഗണിക്കണം. ആ നിലയ്ക്കാണ് ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാർക്സ് എടുക്കുന്നത്. അത് ഹെൻറി മോർഗൻ്റെ പഠനം തൊട്ട്, മോർഗൻ്റെ നരവംശാസ്ത്രപരമായ പഠനങ്ങൾ തൊട്ട് അതിനു മുമ്പുള്ള അതിനോടൊപ്പമുള്ള ഡാർവിൻ്റെ ജീവപരിണാമത്തെക്കുറിച്ചുള്ള ധാരണകൾ, അങ്ങനെയൊക്കെയുള്ള ധാരണകളെ മുഴുവൻ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മാർക്സ് എന്ത് ചെയ്യുന്നത്, മാർക്സ് ആധുനിക ലോകത്തെ മനുഷ്യനെ നിർവചിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ സത്യം എന്തായിരിക്കണം, ഒറ്റപ്പെട്ട മനുഷ്യരുടെ ഒറ്റപ്പെട്ട സത്തകളുടെ സമാഹാരമാണ് മനുഷ്യ സമുദായം എന്ന് പറയുന്ന ഫെയർബാഗിൻ്റെ ധാരണ ഒഴിവാക്കുന്നു. മറ്റൊന്ന് എന്താണ്, ചിന്താ മണ്ഡലത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത്, ഭൗതിക ജീവിതത്തിൻ്റെ യാതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഹെഗലിയൻ ധാരണ നിരാകരിക്കുന്നു. 2 ധാരണകളെയും നിരാകരിച്ചുകൊണ്ട് എന്താണ് രണ്ടും പരസ്പരം നവീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൗതികവാദം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ യാന്ത്രിക ഭൗതികവാദികൾ പറയുന്നത് പോലെയല്ല. കാരണം ഭൗതിക പരിസരങ്ങൾ തീർച്ചയായിട്ടും ആശയങ്ങളെ നിർമ്മിക്കുന്നുണ്ട്, അതിൻ്റെ പ്രതിഫലനം എന്നുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ആശയങ്ങളാവട്ടെ ഉള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ഭൗതിക ശക്തിയായി മാറുന്നുണ്ട്. ആ മാറ്റം സ്വാഭാവികമായിട്ടും പുതിയ ചിന്തകളുടെ ആശയങ്ങളുടെ പുനരുൽപാദനം നടത്തുന്നുണ്ട്. ഇങ്ങനെ പുനരുൽപാദിപ്പിക്കപ്പെട്ട ആശയം പുനരുൽപാദിപ്പിക്കപ്പെടുന്ന പ്രവൃത്തി മണ്ഡലത്തിലും വരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് വികാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് 2ഉം തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണയ്ക്ക് ആളുകൾക്ക് ഇതിൻ്റെ ആഴം മനസ്സിലാകാത്ത ആളുകൾക്ക് ഇതൊരു ഞാണിമക്കളിയായിട്ട് തോന്നാം. കാരണം ഭൗതികവാദമാണോ ആശയവാദമാണോ എന്നുള്ള രൂപത്തിൽ കാണാം. എന്നാൽ ഇത് 2ഉം തമ്മിലുള്ള പാരസ്പര്യം, ആ പാരസ്പര്യത്തെ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ അതേ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് സമൂഹത്തിൽ എന്തുണ്ടായിട്ടുള്ളത്, സമൂഹത്തിൻ്റെ അകത്ത് വർഗപരമായ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാർക്സ് കണ്ടെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർക്സ് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ മാർക്സ് പറയുന്നുണ്ട് ഒരു കാര്യം, അത് ആ കണ്ടെത്തി എൻ്റെ മേലെ ചാർട്ടേണ്ടതില്ല. പലരും നമ്മുടെ നാട്ടിൽ വർഗ്ഗസമരം എന്ന് പറയുന്നത് മാർക്സിസത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത്. മാർക്സിസം ഉൽപ്പാദിപ്പിക്കുന്ന, അതിൻ്റെ പ്രയോഗമണ്ഡലം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് വർഗ്ഗസമരം എന്നാണ് വിചാരിക്കുന്നത്. തെറ്റാണത്. വർഗ്ഗസമരത്തെക്കുറിച്ചുള്ള കണ്ടെത്തൽ മാർക്സിൻ്റേതല്ല. മാർക്സ് തന്നെ പറയുന്നത് എനിക്ക് മുമ്പേയുള്ള ചിന്തകന്മാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പലരും കണ്ടെത്തിയ കാര്യമാണ്. ഞാൻ അതിന് കാരണമായ ഇത്രയാണ് എൻ്റെ സംഭാവന, അക്കാര്യത്തിൽ ഇത്രയാണുള്ളത്. അതിന് കാരണമായിട്ടുള്ള ഭൗതികവും ആശയപരവുമായിട്ടുള്ള പശ്ചാത്തലം എന്താണ്, ഏത് സാഹചര്യമാണ് അവയെ സൃഷ്ടിച്ചത് എന്ന് പരിശോധിച്ചു. അപ്പോൾ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. ഓരോ ചരിത്രഘട്ടത്തിലും വർഗ്ഗങ്ങളുടെ ഘടനയും ഉള്ളടക്കവും രൂപവും ഒക്കെ മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്താ, അതൊരു കാലത്ത് വളർന്നു വന്ന ഉൽപ്പാദന ഉപാധികളുടെ വികാസമാണ്. ആ വികാസത്തിനനുസരിച്ച് മാറി വന്നിട്ടുണ്ട്, ഇനിയും മാറേണ്ടതുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ആധുനിക തൊഴിലാളി വർഗമാണ് ഉള്ളത്. ആ തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള താല്പര്യ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുമ്പോൾ മുതലാളിത്തം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ തയ്യാറാക്കുന്നത്. പിന്നീട് കൂലി വില ലാഭം എന്ന് പറയുന്ന ഗ്രന്ഥ രചിക്കുന്നത്. പിന്നീട് അതിൽ നിന്നും ഒക്കെ വളരെ മുന്നോട്ട് പോയിട്ട് ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്ന കൃതി രചിക്കുന്നത്. അങ്ങനെ ഒക്കെ രചിച്ച് ഈ മുതലാളിത്തത്തെ അടിമുടി വിശകലനം ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തൊക്കെയാണ് അതിൽ പിന്നീട് പല വഴിക്ക് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഭൂമിയെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്.
മൂലധനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. മൂലധനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്ഥിര മൂലധനം. രണ്ട് മൂലധനമാണ് പറയുന്നത്, സ്ഥിര മൂലധനം, അസ്ഥിര മൂലധനം. അസ്ഥിര മൂലധനം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ അധ്വാന ശക്തിയാണ്. തൊഴിലാളിയുടെ അധ്വാനമല്ല, അധ്വാന ശക്തിയാണ്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാണ് കാരണം. ഞാൻ 12 മണിക്കൂർ പണിയെടുത്തിട്ട് ഒരു വാര തുണി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വാര തുണി ഒരു വാര തുണി ഉണ്ടാക്കാൻ 12 മണിക്കൂർ നേരത്തേക്കുള്ള എൻ്റെ അധ്വാനിക്കാനുള്ള ശേഷിയാണ് മുതലാളി ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് 12 മണിക്കൂർ നേരത്തെ എൻ്റെ അധ്വാനം എന്ന് പറഞ്ഞിട്ടല്ല, ഒരു വാര തുണി ഉണ്ടാക്കാനുള്ള അധ്വാനമല്ല ഉപയോഗിക്കുന്നത്, 12 മണിക്കൂർ നേരത്തെ. അത് 12 മണിക്കൂർ നേരം കൊണ്ട് എന്നെ കൊണ്ട് അധ്വാനിപ്പിച്ചിട്ട് 2 വാര തുണി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ആരാലോചിക്കുന്നത്? മുതലാളി ആലോചിക്കുന്നത്. അപ്പോഴാണ് മുതലാളി എന്ത് ചെയ്യുന്നത്? യന്ത്രത്തിൻ്റെ സഹായം കൂടി എനിക്ക് നൽകുന്നത്. മറ്റൊരു കാര്യം, 12 മണിക്കൂർ പണിയെടുക്കുന്നതിന് പകരം എന്നെക്കൊണ്ട് അതേ കൂലിക്ക്, അതേ വിലയ്ക്ക് 15 മണിക്കൂർ പണിയെടുപ്പിക്കാൻ പറ്റുമെന്നാണ് മുതലാളി അന്വേഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പാക്കുമെന്ന് പറയുന്ന തൊഴിൽ നിയമമുണ്ടല്ലോ, അതിലേക്കാണ് വേറെ ചൂണ്ടുന്നത്. അവിടെയാണ് പഴയ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങളുടെ പ്രസക്തിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ താല്പര്യ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അതിൽ അസ്ഥിര മൂലധനം എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഈ മനുഷ്യൻ്റെ മാനുവലായിട്ടുള്ള അധ്വാന ശക്തി എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിര മൂലധനമുണ്ട്. ആ സ്ഥിര മൂലധനം എന്ന് പറയുന്നത് കെട്ടിടമാവാം, അവിടെ മുടക്ക് മുതലാവാം, ഇങ്ങനെ പലതും ആവാം. പക്ഷേ അക്കൂട്ടത്തിൽ ഭൂമിയെ പെടുത്താൻ മാർക്സ് തയ്യാറായിട്ടില്ല. ഭൂമിയെ പെടുത്താൻ, കാരണം ഭൂമിയെ സ്ഥിര മൂലധനമായിട്ടല്ല, ഭൂമിയെക്കുറിച്ച് വിശദമായി മാർക്സ് പരിശോധിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഭൂമി ഉൾപ്പെടെയുള്ള പ്രകൃതി എന്ന് പറയുന്നത് മുതലാളിക്ക് എന്നല്ല, തൊഴിലാളിക്ക് എന്നല്ല, ഒരു സമൂഹത്തിന് പോലും ഇതിൻ്റെ പൊതു ഉടമസ്ഥയിൽ പോലും വെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഭൂമിയെക്കുറിച്ചുള്ള മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭൂമി എന്നല്ല, ഈ പ്രകൃതിയെ, നേച്ചറിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർക്സിൻ്റെ ഒരു ധാരണ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇന്ന് വളരെയേറെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്തല്ല, ഒരു വ്യക്തിയുടെ എന്നത് മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ പോലും ഒരു സ്വത്തായി പോലും വെക്കാൻ പാടില്ല. അത് സ്വത്തേ അല്ല. കാരണം എന്താണ്? അത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടുന്ന ഒന്നാണ്. മാർക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഗാന്ധിജിയുമായി സന്ധിക്കുന്ന ഒരു ഇടമുണ്ട്. മാർക്സ് ഗാന്ധിജി പറയുന്നുണ്ട്, എന്താണ്, ഈ പ്രകൃതി എന്ന് പറയുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തമാണ്. പക്ഷേ ആരുടെ അത്യാർത്തി നിർവഹിക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് അത്യാർത്തിക്ക് വേണ്ടി ഇതിൻ്റെ മേലെ കൈവെക്കാൻ പാടില്ല എന്ന് ഗാന്ധിജി പറയുന്നത്. കൃത്യമായിട്ട് ഗാന്ധിജിയും മാർക്സും സന്ധി ചേരുന്ന, ഒരുമിച്ച് നിൽക്കുന്ന, സംഗമിക്കുന്ന ഒരു വലിയ സ്ഥാനം തന്നെയാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ മാർക്സ് പറഞ്ഞ പോലെ നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയിലാണ് മാർക്സ് പ്രസക്തമായിത്തീരുന്നത്. പ്രത്യേകിച്ച് ഒരു രസകരമായ കാര്യം കൂടി കൂട്ടത്തിൽ പറയാം. ഈയിടെയാണ് ചിന്തകൻ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, മാർക്സിസത്തിന് വേണ്ടി വാദിക്കാനാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത്. ആദ്യമായി അദ്ദേഹം ഉപയോഗിക്കുന്ന കാര്യം, മാർക്സിസത്തിൻ്റെ പ്രസക്തി അവസാനിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞാണ് പ്രഭാഷണം തുടങ്ങിയത്. മാർക്സിസത്തിൻ്റെ പ്രസക്തി ഏറ്റവും വേഗം, എത്രയും വേഗം ഇല്ലാതായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മാർക്സിസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് മുതലാളിത്തം എന്ന് പറയുന്ന ഈ സാമൂഹ്യ ഘടന നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കും. പിന്നെ അതിന് പ്രസക്തിയില്ല. മാർക്സിസത്തിൻ്റെ ദൗത്യം തന്നെ മുതലാളിത്തത്തെ വിശകലനം ചെയ്യുകയും മുതലാളിത്തത്തെ അവസാനിപ്പിക്കുകയാണ്. രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. മുതലാളിത്തത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട്, മുതലാളിത്തത്തെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചില ആളുകൾ നമ്മുടെ ആധുനിക മാർക്സിസ്റ്റ് ധാരണ എന്ന് പറയുന്നത് ഉള്ള വെച്ചു പുലർത്തുന്ന ചില ആളുകൾ മുതലാളിത്തത്തെ വിശകലനം ചെയ്യൽ മാത്രമാണ് മാർക്സിസത്തിൻ്റെ പണി, അതുകൊണ്ട് വിശകലന ശാസ്ത്രം മാത്രമാണ് മാർക്സിസം എന്ന് കരുതുന്നവരുണ്ട്. വിശകലനം ഉണ്ടായിക്കൊള്ളട്ടെ, ഇതിൻ്റെ മേലെ കുറേ പണിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ പച്ച മലയാളത്തിൽ പറയേണ്ട ഒന്നൊരു ഗുരുക്കളനകത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറഞ്ഞ പോലെ രണ്ടിലൊന്ന് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാർക്സിസം പറയുന്നത് എന്താണ്, ഇതിന് വിശകലനം ചെയ്യുകയുമാണ്. എന്തിനാണ് വിശകലനം ചെയ്യുന്നത്? മാറ്റി തീർക്കാനാണ്. എവിടെയാണ് തട്ടേണ്ടത്, എവിടെയാണ് അമർത്തേണ്ടത്, എവിടെയാണ് തള്ളേണ്ടത് എന്നൊക്കെ നോക്കണമെങ്കിൽ എന്ത് വേണം? ഇതിനെ അറിയണം.
അതുകൊണ്ട് അതിനു വേണ്ടിയാണ് അറിയുന്നത്. കാരണം പ്രവൃത്തിക്ക് വേണ്ടിയാണ് അറിവ്, കേവലമായ അറിവല്ല. അറിവ് പ്രവൃത്തിക്ക് വേണ്ടിയുള്ളതാണ്, പ്രയോഗത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് വാസ്തവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം.